വിളിക്കുന്നത്. ഒരു ദിവസം പ്രഭാഷണം കഴിഞ്ഞ വായക്കാട് വലിയ ജുമാഅത്ത് പള്ളിയിൽ വന്നപ്പോ ജുമാഅത്ത് പള്ളിയുടെ മുമ്പിലതാ ഒരു വാഹനം നിൽക്കുകയാണ്. ഞാൻ കരുതി വല്ല ആവശ്യങ്ങൾക്ക് വേണ്ടി പള്ളിപ്പറമ്പിലോ മറ്റോ വന്നതാണെന്നതായത്. ചെറിയ കുഞ്ഞുമക്കൾ പ്രസവത്തിൽ മരിച്ചു പോയാൽ അവരെ ആ സമയത്തിൽ കൊണ്ടുവന്നവരെ മറവ് ചെയ്യാറുണ്ട്. ഞാനും അന്ന് അതാണ് കരുതിയത്, കുഞ്ഞുമക്കളുടെ ജനാസയുമായി വന്നതായിരിക്കുമെന്ന്. ഏകദേശം 2 മണി സമയമായിട്ടുണ്ട്. ഞാൻ കുറച്ചു നേരം ആരാണ് മരിച്ചതെന്നറിയാൻ ഞാൻ കുറച്ചു നേരം ആ വാഹനത്തിന്റെ അരികിലങ്ങ് നിന്നപ്പോ സുബ്ഹാനല്ലാഹ്, കണ്ണിയത്തുസ്താദിന്റെ മക്ബറയിൽ നിന്ന് 4 ആളുകൾ ഈ വാഹനത്തിന്റെ അരികിലേക്ക് വരികയാണ്. വരുന്ന സമയത്തിൽ മുമ്പിൽ നടക്കുന്ന പിതാവ്, ആ പിതാവിന്റെ കയ്യിൽ ഏകദേശം ഒരു 7 വയസ്സ് പ്രായമെത്തിയ ഒരു കുഞ്ഞുമോൾ ഇങ്ങനെ മലർന്നു കിടക്കുന്നുണ്ട്. ഞാൻ കരുതിയത് എന്തോ പനിയോ ഛർദിയോ ജലദോഷമോ അല്ലെങ്കിൽ എന്തെങ്കിലും പേടിച്ചോ വിഷമിച്ചോ കൊണ്ടുവന്നതായിരിക്കാമെന്ന്. ഞാൻ ആ സഹോദരങ്ങളുടെ അരികിലേക്ക് ചെന്നുകൊണ്ട് ചോദിച്ചു, എന്തേ കുഞ്ഞുമോൾക്ക് പറ്റിപ്പോയത്? ആ സമയത്തിൽ ആ പിതാവ് കരഞ്ഞുകൊണ്ട് പറയുകയാണ്, ഉസ്താദേ ദുആ ചെയ്യണം ഉസ്താദ്. പോകാത്ത സ്ഥലമില്ല, കാണിക്കാത്ത ഡോക്ടർമാരില്ല, പോയി പറയാത്ത ആളുകളില്ല. ഉസ്താദേ ഞങ്ങൾ RCCയിൽ നിന്നാ വരുന്നത്, അവരെല്ലാവരും മടക്കിയിട്ടുണ്ട്. ഞാൻ ചോദിച്ചു എന്താ കുഴപ്പം? ആ സമയത്തിൽ ആ സഹോദരൻ പറയാ, 2 മാസം മുമ്പ് വരെ എന്റെ മകൾ നല്ലതുപോലെ കളിച്ച് ചിരിച്ച കൂട്ടുകാരോടൊന്നിച്ച് സന്തോഷത്തോടെ കഴിഞ്ഞ മകളായിരുന്നു. 2 മാസമായി ഉസ്താദ് എന്റെ മകൾ ഇങ്ങനെ കിടക്കുകയാ. പരിശോധിച്ച് നോക്കുമ്പോ നട്ടെല്ലിന്റെ ഭാഗത്തിൽ നിന്ന് തലച്ചോറ്റിലേക്ക് പോകുന്ന ഒരു രക്തമുണ്ടല്ലോ, ഒരു രക്തക്കുഴലുണ്ടല്ലോ, ആ രക്തക്കുഴലിന് ക്യാൻസർ വന്നതാണ്. ക്യാൻസർ വന്നതാണ്. ഞാൻ ചോദിച്ചു ഓപ്പറേഷനോ മറ്റോ പോയി കൂടായിരുന്നോ? നല്ല ഡോക്ടർമാരെ കാണിച്ചൂടെ? നിങ്ങൾ അവിടത്തിലേക്ക് പോയോ? അവര് പറയാ എല്ലാവരെയും ഞങ്ങൾ കാണിച്ചു, ഇതൊരു പ്രധാനപ്പെട്ട സ്ഥലത്തിലായതുകൊണ്ട് ഒരിക്കലും ഓപ്പറേഷൻ ചെയ്യാൻ കഴിയൂല. ഓപ്പറേഷൻ എങ്ങാനും ചെയ്യുകയാണെങ്കിൽ 2 രീതിയാണ് അവര് പറയുന്നത്. ഒരു പക്ഷേ കുട്ടിയെ തിരിച്ചു കിട്ടാൻ സാധ്യതയില്ല. തിരിച്ചു കിട്ടിയാൽ തന്നെ കുട്ടിക്ക് കണ്ണിന്റെ കാഴ്ച ഉണ്ടാകുകയില്ല. തിരിച്ചു കിട്ടിയാൽ തന്നെ സംസാര ശേഷി ഉണ്ടാകുകയില്ല. തിരിച്ചു കിട്ടിയാൽ തന്നെ കൈകാലുകൾ ചലിപ്പിക്കാൻ കഴിയൂല. തിരിച്ചു കിട്ടിയാൽ തന്നെ കുട്ടിക്ക് മൂത്രമൊഴിക്കാൻ കഴിയൂല. തിരിച്ചു കിട്ടിയാൽ തന്നെ കുട്ടിക്ക് കാട്ടിക്കാൻ കഴിയുകയില്ല. തിരിച്ചു കിട്ടിയാൽ തന്നെ കുട്ടിക്ക് ഭക്ഷിക്കാൻ കഴിയൂല. ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള അവസ്ഥകളെല്ലാം വിശദീകരിക്കുകയാണ്. എന്നിട്ട് ആ സഹോദരൻ പറയാ, ഉസ്താദേ ദുആ ചെയ്യണമെന്ന് പറഞ്ഞ് പൊട്ടി 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 കരഞ്ഞുകൊണ്ടാണ് ആ ചെറു സഹോദരൻ വാഹനത്തിലേക്ക് കയറിയത്. പിന്നീട് ഞാൻ 2 ദിവസം കഴിഞ്ഞപ്പോ ആ വീട്ടിലേക്ക് ഞാൻ പോയിരുന്നു. ആ സമയത്തിൽ 7 വയസ്സായ കുഞ്ഞമോള് കരയുകയാ, തലവേദനിക്കുന്നുപ്പാ, എന്റെ തലയൊന്ന് പൊട്ടിച്ചു തരൂപ്പാ. ഇത് കേൾക്കുമ്പോ ഉപ്പയും ഉമ്മയും കൂടെയുള്ള ആളുകളൊക്കെ കരയുകയാണ്. കരയുകയല്ലാതെ എന്ത് രക്ഷ? ഒരു മാർഗമില്ലല്ലോ, എല്ലാവരും കരയുകയാണ്. ആ കുഞ്ഞുമോള് വിശക്കുന്നുണ്ടുപ്പാ, വെള്ളത്തിന് ദാഹിക്കുന്നുപ്പാ, എനിക്ക് പലഹാരം തരൂപ്പാ, എനിക്ക് മിഠായി വേണം ഉപ്പാ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് പൂതി വെച്ച് കരയുന്നുണ്ട്. അതെല്ലാം കുടുംബങ്ങൾ എടുത്തു കൊടുക്കുകയാണ്. പിന്നീട് ഒരു 2 മാസം കഴിഞ്ഞപ്പോ അവര് കണ്ണിയത്തുസ്താദിന്റെ അരികിൽ വന്നിരുന്നു. ഞാൻ അവരെ കണ്ടപ്പം ചോദിച്ചു, എന്തായി മകളുടെ അവസ്ഥ എന്തായി? അവര് കരഞ്ഞുകൊണ്ട് പറയുകയാണ്, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഞങ്ങളുടെ മകൾ പോയി ഉസ്താദേ, ഞങ്ങളുടെ മകൾ പോയി ഉസ്താദേ, അല്ലാഹു ഞങ്ങളെ മകളെ കൊണ്ടുപോയി ഉസ്താദേ. എന്റെ ഉമ്മമാരെ കൈകൾ 2 മേലോട്ട് ഉയർത്തിയിട്ട് ആമീൻ പറഞ്ഞോ. ഈ വിശുദ്ധമായ നൂറെ അജ്മീർ കുടുംബത്തില് ഈ വിശുദ്ധമായ ഈ മജ്ലിസിൽ പങ്കെടുക്കുന്ന ഉപ്പമാരെ 2 കരങ്ങൾ മേലോട്ട് ഉയർത്തിയിട്ട് ആമീൻ പറഞ്ഞോ. അല്ലാഹുവേ അത്തരം രോഗങ്ങൾ ഞങ്ങൾക്കാർക്കും നൽകരുതേ അല്ലാ, അത്തരം ഒരു രോഗങ്ങൾ ഞങ്ങൾക്കാർക്കും നൽകല്ലേ അല്ലാ, അങ്ങനത്തെ ഒരവസ്ഥ ഞങ്ങൾക്കാർക്കും നൽകല്ലേ അല്ലാ, അങ്ങനത്തെ ഒരവസ്ഥ ഞങ്ങൾക്കാർക്കും നൽകല്ലേ അല്ലാ, ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് നൽകല്ലേ അല്ലാ, ക്യാൻസർ പോലെയുള്ള രോഗത്തിൽ നിന്ന് കാക്കണേ അല്ലാ, ഞങ്ങളെ
പിതാക്കന്മാരെ കാക്കണേ അല്ലാ. ഞങ്ങളെ 10 മാസം ഗർഭം ചുമന്ന് വേദനയോടെ പ്രസവിച്ച ഞങ്ങളെ പൊന്നും മാതാവിനെ കാക്കണേ അല്ലാ. ഞങ്ങളെ പോറ്റി വളർത്തി ഞങ്ങളുടെ വളർച്ച കണ്ട് സന്തോഷിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട പിതാക്കന്മാർക്ക് പിതാക്കന്മാരെ കാക്കണേ അല്ലാ. ഞങ്ങളുടെ വല്യമ്മമാരെ കാക്കണേ അല്ലാ. ഞങ്ങളുടെ വല്യപ്പമാരെ കാക്കണേ അല്ലാ. മനസ്സ് അല്ലാഹുവിലേക്ക് കൊടുത്തുകൊണ്ട് ആമീൻ പറയണേ. അല്ലാഹുവിലേക്ക് കൊടുത്ത് ആമീൻ പറയണേ. അല്ലാഹുവിനേക്കാൾ വലിയൊരു ഡോക്ടറെ നമുക്കറിയൂല. മജ്ലിസിനേക്കാൾ വലിയൊരു ഹോസ്പിറ്റലും ഇല്ലല്ലോ. ദുആഇനേക്കാൾ വലിയൊരു മരുന്നും ഇല്ലല്ലോ. അല്ലാഹുവേ ശിഫ നൽകണേ അല്ലാ. ശരീരത്തിന് ആഫിയത്ത് തരണേ അല്ലാ. പടച്ചവനെ ക്യാൻസർ പോലെയുള്ള രോഗത്തിൽ നിന്ന് കാക്കണേ അല്ലാ. പടച്ചവനെ റബ്ബേ മാരകമായ വൈറസിന്റെ ഉള്ളിൽ പ്രയാസപ്പെട്ടിരിക്കുകയാണ് അല്ലാ. ഓരോരുത്തരും കോവിഡ് ബാധിച്ചുകൊണ്ട് ഓരോരുത്തരും പല ഭാഗത്തിലും മരണപ്പെടുന്നു അല്ലാ. അവർക്കെല്ലാം നീ ഷഹീദിന്റെ കൂലി കൊടുക്കണേ അല്ലാ. ഷഹീദിന്റെ കൂലി കൊടുക്കണേ അല്ലാ. കർണാടകയിൽ നിന്ന് മഹത്തുക്കളായ ഉസ്താദുമാരും അവിടെയുള്ള സമസ്തയുടെ പ്രവർത്തകന്മാരും കരഞ്ഞുകൊണ്ടാ പറയുന്നത്, ഉസ്താദേ നൂറെ അജ്മീർ ഗ്രൂപ്പിൽ ഉസ്താദ് ആത്മാർത്ഥമായി ദുആ ചെയ്യണം. ഉസ്താദേ രോഗം പടർന്ന് പന്തലിക്കുകയാണ്. കർണാടകയുടെ പള്ളികൾ മുഴുവനും പൂട്ടിയിരിക്കുകയാണ്. ഓരോ വീട്ടിലും ഓരോരുത്തരും പനി പിടിച്ചും ഗതച്ചും ശ്വാസം കിട്ടാതെയും ഓക്സിജൻ കുറഞ്ഞും തളർന്ന് വീണുകൊണ്ടിരിക്കുകയാണ്. അല്ലാ, ഞങ്ങൾക്ക് നിന്നോടല്ലാതെ പറയാൻ വേറൊരാളില്ല അല്ലാ. ഖാജാ തങ്ങളുടെ ഫضل കൊണ്ട് ഈ മാരകമായ വൈറസിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാ. ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാ. ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാ. ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാ. ഈ വൈറസിൽ നിന്ന് ഞങ്ങളെ കുടുംബത്തിനെ കാക്കണേ അല്ലാ. ഞങ്ങളെ അയൽവാസികളെ കാക്കണേ അല്ലാ. ഞങ്ങളോട് ദുആ കൊണ്ട് ഏൽപ്പിച്ചവരെ കാക്കണേ അല്ലാ. ഈ മജ്ലിസിൽ ആരെല്ലാം പങ്കെടുക്കുന്നുവോ അവരുടെ കുടുംബത്തിൽ ആരുടെയെങ്കിലും ശരീരത്തിൽ വൈറസ് കയറിയിട്ടുണ്ടെങ്കിൽ നീ നശിപ്പിച്ച് കളയണേ അല്ലാ. ഈ വൈറസിനെ നീ ഇല്ലാതെയാക്കണേ അല്ലാ. ഈ വൈറസ് കൊണ്ട് ഞങ്ങളെ നീ പരീക്ഷിക്കരുതേ അല്ലാ. പടച്ചവനെ വിശുദ്ധമായ മജ്ലിസിൽ പങ്കെടുത്ത ഓരോരുത്തരുടെയും മാനസികമായ ഓരോരുത്തരുടെയും ശാരീരികമായ പ്രയാസങ്ങൾ നീ തീർക്കണേ അല്ലാ. പടച്ച തമ്പുരാനെ സാധുക്കളായ